ഹലോ ഗൈസ്, നമ്മൾ കസിൻസ് എല്ലാവരും കൂടി തഞ്ചാവൂർ പോകാൻ വേണ്ടിയിട്ട് ഓണം വെക്കേഷൻ സമയത്ത് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് നേരിട്ട് എറണാകുളത്ത് നിന്ന് നേരിട്ട് തഞ്ചാവൂരിലോട്ടുള്ളതിൽ ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോയത് രാത്രി 7:20 ഒറ്റപ്പാലത്ത് നിന്നും ചെന്നൈ സൂപ്പർ ഫാസ്റ്റിലാണ് നമ്മൾ കോയമ്പത്തൂർ വരെ പോയത്. അതിൽ ജനറൽ ടിക്കറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന തരത്തിൽ സീറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കോയമ്പത്തൂരിൽ നിന്നും തഞ്ചാവൂരിലോട്ട് നമ്മൾ ചെമ്മൊഴി എക്സ്പ്രസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി 12:30 കേട്ടോ ആ ട്രെയിൻ വരുന്നത്. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തഞ്ചാവൂർ എത്തും. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ഈ ഒരു ഡബിൾ ഡെക്കർ ട്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നത്, അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. അന്നത്തെ രാത്രിക്കോട്ടുള്ള ഫുഡൊക്കെ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കസിൻസ് കൂടാതെ പാരൻസും കൂടി ഉണ്ടായിരുന്നേ നമ്മുടെ കൂടെ. പറയാൻ വിട്ടുപോയി, നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് കേട്ടോ തഞ്ചാവൂരിലോട്ട് പ്ലാൻ ചെയ്തത്. കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ട്രെയിൻ അവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ട്രെയിനിൽ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മൊത്തം 10 പേരാണ് ഉണ്ടായിരുന്നത്. വലിയ പിള്ളേർ 5 പേരും പിന്നെ 3 അമ്മമാരും അതുപോലെ തന്നെ ഈ ചെറുതും ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ സീറ്റ് 6 സീറ്റുകൾ ഒരു കമ്പാർട്ട്മെൻറ്റിലും 4 സീറ്റുകൾ വേറെ കമ്പാർട്ട്മെൻറ്റിലും ആയിരുന്നേ. അപ്പം നമ്മൾ അമ്മമാരെയും ഈ ചെറുതിനെയും കൂടി ആ 4 പേരുള്ള കമ്പാർട്ട്മെൻറ്റിലോട്ടും നമ്മൾ 6 പേര് പിള്ളേർ കൂടി ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഈ സീറ്റും സെലക്ട് ചെയ്യാനുണ്ടായത്. അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് വഴക്ക് കേട്ടെ. ടിയുടെ അപ്രൂവൽ ഇല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തു. ഇവരത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ജോലിയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളിത് ചെക്ക് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ ഇരുന്നത്. എങ്കിൽ പോലും നമുക്ക് സീറ്റുകളും കാര്യങ്ങളും നമുക്ക് അറിയായിരുന്നു. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയായിരുന്നു. പക്ഷേ എന്നിട്ടും ആൾ ഒരുപാട് നമ്മുടെ അടുത്ത് ഭയങ്കര നമ്മുടെ ആ ട്രിപ്പിലെ ഹാപ്പിനെസ് പോലും കളയുന്ന രീതിക്ക് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒരു 6:20 ഉള്ളിൽ നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തഞ്ചാവൂരിലെത്തി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാം എന്നുള്ളതായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരാൾക്ക് 200 രൂപയാണ് 2 ഹവറിന് അവർ നമ്മുടെ അടുത്ത് ഡിമാൻഡ് ചെയ്തത്. പിന്നെ ലഗേജിന് വേണ്ടി എക്സ്ട്രാ നമ്മൾ ക്ലോക്ക് റൂമിൽ കൊടുക്കുകയും വേണമായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് ഒരു ട്രാവലർ ചേട്ടനോടൊക്കെ സംസാരിച്ച സമയത്ത് ആ ചേട്ടൻ ഒരു ഹോട്ടൽ നമുക്ക് കാണിച്ചു തന്നു. അവിടെ നമുക്ക് 1800 ആണ് ആയത്. ഫുൾ ഡേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഒരു റൂമാണ് നമ്മൾ എടുത്തത്. പക്ഷേ ഇവർക്ക് എക്സ്ട്രാ വാഷ്റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബാഗൊന്നിനെക്കുറിച്ചൊന്നും നമുക്ക് പേടിക്കേണ്ടി വന്നില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ സേഫായിട്ട് വെച്ചു. നല്ല കംഫർട്ടായിരുന്നേ ആ റൂമും കാര്യങ്ങളൊക്കെ. ശേഷം നേരെ അമ്പലത്തിലോട്ടാണ് ചെന്നത്. വീഡിയോസിലൊക്കെ കണ്ട് ഈ അമ്പലത്തിനോട് അത്രത്തോളം ഇഷ്ടമുണ്ടെങ്കിൽ കൂടി നമ്മളവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഇഷ്ടം നമുക്ക് ഈ അമ്പലത്തിനോട് തോന്നിയേ. എന്തൊരു വലുതാണെന്നറിയുമോ, നമ്മളിങ്ങനെ അമ്പലം നോക്കി നിന്ന് പോവും, അത്രത്തോളം ഭംഗിയുണ്ട്. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് എവിടെ തിരിഞ്ഞാലും അടിപൊളി ക്ലിക്ക് കിട്ടുവേ. അമ്പലത്തിലെ ക്ലോക്ക് റൂമിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഈ ബൊമ്മകളെയൊക്കെ വാങ്ങാനുള്ള ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മമാരൊക്കെ ക്ഷീണിച്ചു. അപ്പോൾ അവർക്ക് എത്രയും വേഗം ഫുഡ് വേണം എന്നുള്ള അതിൽ നമ്മൾ നേരെ മ്യൂസിയത്തിനടുത്തുള്ള ഒരു ഷോപ്പിലോട്ടാണ് പോയത്. ഒരു ഓട്ടോ ചേച്ചി നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് കേട്ടോ ഈ ഷോപ്പ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നേരെ പോയത് തഞ്ചാവൂർ പാലസിലോട്ടാണ്. പക്ഷേ നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ അത്ര ഹൈപ്പൊന്നും ഈ പാലസിനില്ല. കാരണം ഒട്ടും അവർ നല്ല രീതിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നോ കാര്യങ്ങളോ ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ ഒരുപാട് കാണാനും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ എന്തോ നമുക്കതിനോടൊരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നില്ല. അത് ഈ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ തമിഴ്നാട്ടിലെ ചൂടിനെ കുറിച്ച് പറയണ്ടല്ലോ, ഭയങ്കര ഹെവി ചൂടായിരുന്നേ. അപ്പോൾ അവിടെ ഒരു ഓഡിയോ വിഷ്വൽ ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ ഉണ്ടായിരുന്നു ഈ ഒരു തഞ്ചാവൂരിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അതിനുള്ളിൽ കയറിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീഡിയോ ആയിരുന്നു. പക്ഷെ എല്ലാവരും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും ചൂടിൽ വന്ന് AC കിടക്കുമ്പോൾ ഒരു ഉറക്കം വരുമല്ലോ, ആ ഒരു തരത്തിൽ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അടുത്തൊരു ഷോപ്പിൽ പോയിട്ട് തഞ്ചാവൂർ ബൊമ്മയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൽ വന്ന് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് നമ്മൾ വീണ്ടും അമ്പലത്തിലോട്ട് ചെന്നു. നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ടാണ് കേട്ടോ ബാഗൊക്കെ എടുത്തിരിക്കുന്നത്. ഇവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ മോർണിംഗ് വ്യൂവും അതുപോലെ തന്നെ ഈവനിങ് ആ ലൈറ്റും കൂടി കാണണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. അമ്പലത്തിനുള്ള വീഡിയോഗ്രാഫി സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ട് ഒരുപാട് വീഡിയോസൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ പോയത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ അത്രത്തോളം റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ഈവനിങ് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിൽ ദർശനത്തിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. വലിയൊരു ശിവലിംഗമാണ് കേട്ടോ അതിനുള്ളിലുള്ളത്.
ഈവനിങ് ഇവിടെ ഇരിക്കാനും ഇവിടെ ഇരുന്ന് കസിൻസൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കാനും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നേ. ഈവനിങ് ലൈറ്റ് കൂടി കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. രാത്രി 9:30 തിരിച്ച് ചെന്മഴി എക്സ്പ്രസ് നമുക്ക് കോയമ്പത്തൂരിലോട്ട് ഉണ്ടായിരുന്നത്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ നമ്മുടെ ഫേമസ് തൊപ്പിവാപ്പ ബിരിയാണി ഉണ്ടായിരുന്നേ. അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ 6 മണിക്കോ മറ്റോ ആയിരുന്നു കേട്ടോ ഒറ്റപ്പാലത്തോട്ട് ട്രെയിൻ ഉണ്ടായിരുന്നു. അത് ജനറൽ ടിക്കറ്റ് ആയിരുന്നേ.